എന്റെ ഭൂമി സമഗ്ര ഭൂവിവര സംവിധാനം നിലവിൽ വരുന്നതോടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ വിതരണത്തിൽ വരുന്ന പ്രതിസന്ധികൾ വേഗത്തിൽ തീർപ്പാക്കാൻ സാധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളം ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുന്ന രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ് എന്റെ ഭൂമി ഡിജിറ്റൽ റിസർവേയെന്നും മന്ത്രി പറഞ്ഞു. ഓൾ ഇന്ത്യ കോൺക്ലേവായ ഭൂമി കോൺക്ലേവിന്റെ ലോഗോ പ്രകാശനം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജൂൺ 25-28 ദിവസങ്ങളിൽ തിരുവനന്തപുരം, കോവളം, ഉദയസമുദ്രയിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ റവന്യൂ വകുപ്പ് മന്ത്രിമാർ, വകുപ്പ് സെക്രട്ടറിമാർ, റവന്യൂ ആൻഡ് സെറ്റിൽമെന്റ് ഡയറക്ടർമാർ, അന്താരാഷ്ട്ര പ്രതിനിധികൾ, ഡൊമൈൻ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന് മാതൃകയാകുന്ന വിധത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തിയാലോ എന്ന ആലോചനയിൽ നിന്നാണ് ഓൾ ഇന്ത്യ സർവേ കോൺക്ലേവ് എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളടക്കം 26 സംസ്ഥാനങ്ങൾ അനുകൂല നിലപാട് അറിയിച്ചു. ഏകദേശം 23 സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുക്കും. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ജനകീയ ആശയവിനിമയമായിരിക്കും കേരളം ആരംഭിച്ച ഡിജിറ്റൽ സർവേ സംബന്ധിച്ചുണ്ടാകാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്ന ഡിജിറ്റൽ സർവേ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 2023 ഒക്ടോബറോടെ പൂർത്തീകരിച്ച് ആരംഭിച്ച ഡിജിറ്റൽ സർവേ ഈ ചെറിയ കാലം പിന്നിടുമ്പോൾ 53,41,000 ലാൻഡ് പാഴ്സലുകളും 7.27 ലക്ഷം ഹെക്ടർ ഭൂമി നമുക്ക് 2 വർഷക്കാലം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അളന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഐതിഹാസികമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്കാണ്. ഇന്ത്യ രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നടപടിയാണിത് എന്ന് ലോകം അറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 മാസത്തിനകം 100 വില്ലേജുകളിൽ ഈ സംവിധാനത്തിന്റെ പ്രയോജനം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു. സർവേ ഡയറക്ടർ ശ്രീറാം സാംബശിവ റാവു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.